മധ്യപ്രദേശ് ഇൻഡോറിലെ സമ്പന്ന കുടുംബത്തിൽപ്പെട്ട രാജാ രഘുവംശിയും സുന്ദരിയായ സോനവും തമ്മിലുള്ള വിവാഹം നടന്നത് ഒരാഴ്ച മുൻപാണ്. സോനത്തിൻ്റെ പ്രണയത്തെ എതിർത്ത വീട്ടുകാർ നിർബന്ധിച്ചാണ് ബിസിനസ്സുകാരനായ യുവാവുമായി അവളുടെ വിവാഹം നടത്തിയത്. കല്യാണം കഴിഞ്ഞുള്ള 7-ാം നാൾ ഇരുവരും മേഘാലയയിൽ മധുവിധു ആഘോഷിക്കാൻ പോയി. അവിടെ വെച്ച് കവർച്ചാ സംഘത്തിൻ്റെ ആക്രമണത്തിൽ നവവരൻ കൊല്ലപ്പെടുന്നു. ഭാര്യയെ അബോധാവസ്ഥയിൽ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. കൊലയാളി സംഘത്തിൽപ്പെട്ടവരെ പോലീസ് അറസ്റ്റ് ചെയ്തതോടെയാണ് കേസിൽ വൻ വഴിത്തിരിവുണ്ടായത്. ഭാര്യ കൊടുത്ത കൊട്ടേഷനാണ് യുവാവിൻ്റെ ജീവനെടുത്തത്. കേസിൽ ഇൻഡോർ സ്വദേശിനി സോനത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവരുടെ കാമുകനും കേസിൽ പങ്കുണ്ടെന്നാണ് സൂചന. മേഘാലയയിൽ മധുവിധു ആഘോഷിക്കാൻ പോയി കാണാതായ ദമ്പതികളിൽ ഭർത്താവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ വലിയ വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത്. ഭർത്താവ് രാജാ രഘുവംശിയെ കൊലപ്പെടുത്താൻ സോനം കൊട്ടേഷൻ കൊടുത്തുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഇക്കാര്യം മേഘാലയ DGP ഇതാശിഷ നോങ്റോങ് തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ യാത്രയുടെ ഉദ്ദേശം തന്നെ രാജയെ ഇല്ലാതാക്കുക എന്നായിരുന്നെന്നും പോലീസ് അറിയിച്ചു. എന്തിനാണ് സോനം ഭർത്താവിനെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തത് എന്നതാണ് ഇനി കണ്ടെത്തേണ്ടത്. അക്കാര്യത്തിൽ ചില സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. സോനത്തിന് വിവാഹേതര ബന്ധമുള്ളതായി സംശയിക്കുന്നുവെന്നും അതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നുമാണ് പ്രാഥമിക ചോദ്യം ചെയ്യലിൽ മനസ്സിലായതെന്നും പോലീസ് അറിയിച്ചു. പത്തൊമ്പതുകാരൻ ആകാശ് രാജ്പുത്, 22-കാരൻ വിശാൽ സിംഗ് ചൗഹാൻ, 21-കാരൻ രാജ് സിംഗ് കുശാവഹ എന്നിവരാണ് സോനത്തിന് പുറമെ കേസിൽ അറസ്റ്റിലായത്. ഭർത്താവിനെ കൊല്ലാൻ സോനം തങ്ങൾക്ക് കൊട്ടേഷൻ നൽകിയതാണെന്ന് പ്രതികൾ സമ്മതിച്ചതായി പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഇതിൽ രാജ് സിംഗ് കുശാവഹ എന്നയാൾ സോനമിന്റെ അച്ഛന്റെ സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥനാണ്. ഇതോടെ ഇവർ തമ്മിലെ അടുപ്പമാണോ കൊലപാതകത്തിലേക്ക് എത്തിയത് എന്നാണ് അന്വേഷണം. രാജാ രഘുവംശിയുടെ സഹോദരൻ വിപുൽ രഘുവംശിയും ഇക്കാര്യം ഊന്നുന്നുണ്ട്. രാജ് കുശാവഹയ്ക്ക് പങ്കുണ്ടെങ്കിൽ സോനത്തിനും പങ്കുണ്ടാകും എന്നാണ് സഹോദരന്റെ മൊഴി. हो सकता है इसमें कुछ इन्वॉल्व हो सकता है सोनम का भी, और ये भी कंफर्म नहीं हुआ फिलहाल अभी. तो शिलोंग पुलिस तो वहाँ पे शिलोंग पुलिस के जो अपने मेघालय CM साहब जो है वो तो ये भी कहते थे तो 24 घंटे पुलिस काम कर रही है. बाकी 24 घंटे पुलिस काम करते हमको कहीं दिखी नहीं है. हम लोग जब वहाँ पे SP साहब को फ़ोन लगाते थे विवेक सिंह जी को, तो हमारा फ़ोन उठाते नहीं थे वो करीब हमने उनसे 4 दिन से बात भी नहीं करी अभी तक. कंटिन्यू फ़ोन लगाते थे उन लोगों को, उनका फ़ोन स्विच ऑफ आ रहा था, कह रहा है छुट्टी पे. तो हम लोग को इसमें थोड़ा डाउट है. तो छुट्टी पे इतना केस में सब छुट्टी पे चल रहा है कभी, तो इसलिए हम लोग उन पर भरोसा कर सकते नहीं फिलहाल अभी, जब तक सोनम मुझसे कबूल नहीं कर ले. ശനിയാഴ്ച രാത്രി ഗാസിപ്പൂരിലെ ഒരു ദാബയിൽ നിന്നാണ് സോനത്തെ അബോധാവസ്ഥയിൽ കണ്ടെത്തുന്നത്. ചികിത്സയ്ക്കായി ഗാസിപ്പൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ട സോനം പിന്നീട് പോലീസിന് മുന്നിൽ ഹാജരാവുകയായിരുന്നു. തുടർന്ന് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. മേഘാലയയിലെ ചിറാപുഞ്ചിയിൽ മെയ് 23-നാണ് രാജാ രഘുവംശിയും സോനവും മധുവിധു ആഘോഷിക്കാൻ പോയത്. ഇവരെ പിന്നീട് കാണാതായി. ജൂൺ 2-ന് രാജയുടെ മൃതദേഹം കണ്ടെടുത്തു. സോനത്തിന് വേണ്ടി തിരച്ചിൽ ഊർജിതമാക്കിയ പോലീസ് ശനിയാഴ്ച ഇവരെ ഗാസിപ്പൂരിൽ നിന്ന് കണ്ടെത്തുകയായിരുന്നു. രാജാ രഘുവംശിയെ വടിവാൾ ഉപയോഗിച്ചാണ് കൊലപ്പെടുത്തിയത്. മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്തിന് സമീപത്തുനിന്ന് കൊലപ്പെടുത്താൻ ഉപയോഗിച്ച വടിവാൾ കണ്ടെത്തിയതായി കഴിഞ്ഞ ദിവസം പോലീസ് സ്ഥിരീകരിച്ചിരുന്നു. രാജാ രഘുവംശിയുടെ മൃതദേഹം സഹോദരൻ വിപുൽ രഘുവംശിയാണ് തിരിച്ചറിഞ്ഞത്. ന്യൂസ് ഡെസ്ക്, News 18.